എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? 2021 ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച പ്രകടന പത്രികയുടെ 45ാമത്തെ ഐറ്റം സാമൂഹ്യ പെൻഷനുകൾ ഘട്ടം ഘട്ടമായി 2500 രൂപയായി ഉയർത്തും. സത്യമായിട്ടും പറഞ്ഞു. അങ്കണവാടി, ആശ, റിസോഴ്സ് അധ്യാപകർ, പാചക തൊഴിലാളികൾ തുടങ്ങി എല്ലാ സ്കീം വർക്കേഴ്സിന്റെയും ആനുകൂല്യങ്ങൾ കാലോചിതമായി ഉയർത്തും. മിനിമം കൂലി 700 രൂപയാക്കും തുടങ്ങിയവയാണ്. അപ്പോൾ ആശാ വർക്കർമാരുടെ എല്ലാ സ്കീം വർക്കർമാരുടെയും വേതനം ഉയർത്തും എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 4 കൊല്ലം മുൻപ് ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച വാഗ്ദാനമാണ്. നിങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആദ്യം പറയേണ്ടത്. അതിനുവേണ്ടിയാണ് ഈ ആശാ വർക്കർമാർ സമരം ചെയ്യുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കഴിഞ്ഞ 8 വർഷവും വളരെ മാതൃകാപരമായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചത്. പ്രകടന പത്രികയിൽ നൽകുന്ന വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്തെ വെറും നേരം പോക്കല്ല, ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ, അത് നടപ്പിലാക്കാനുള്ളതാണ് എന്ന കൃത്യമായ തിരിച്ചറിവോടുകൂടി അതൊരു പ്രാക്ടീസായിട്ട് അങ്ങനെ നൽകിയ വാഗ്ദാനം നടപ്പിലാക്കുക, അത് വളരെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് പോരുന്ന ഒരു ഗവൺമെന്റാണ്. അതിൽ യാതൊരു തർക്കവും വേണം. എന്റെ മനോഹര, നിന്നെ ഞാൻ കൊല്ലം കുറെ ആയില്ലേ കാണാൻ തുടങ്ങിയിട്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ അത് നേരത്തെയും കണ്ടിട്ടുണ്ട്, ഇനിയും നമുക്കത് കാണാൻ വേണ്ടി കഴിയും. 2021 എഴുതി വെച്ചിട്ടുള്ള വാഗ്ദാനങ്ങളെല്ലാം പൂർണ്ണമായ അർത്ഥത്തിൽ അതേ തുകയിലേക്ക് എത്തിയിട്ടില്ല. ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നുന്നത്. സ്വാഭാവികമായിട്ടും 2021 ഈ പ്രകടന പത്രിക ഇറങ്ങിയതിന് ശേഷം 1 രൂപ പോലും കൂട്ടിയിട്ടില്ല. ഫെബ്രുവരി 7-ാം തീയതി ബജറ്റ് അവതരിപ്പിച്ച് അതിനുശേഷം ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ, നിങ്ങൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു, ആ മാധ്യമ സമ്മേളനത്തിൽ അദ്ദേഹത്തോട് ഈ ചോദ്യങ്ങൾ വന്നിരുന്നു. എന്തുകൊണ്ടാണ് ക്ഷേമ പെൻഷൻ ഏറ്റവും പ്രധാനപ്പെട്ട LDF ഗവൺമെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടം അതാണല്ലോ, അത് പ്രതിമാസം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത്. എന്തുകൊണ്ടാണ് പ്രതീക്ഷിച്ചതുപോലെ ഒരു 100 രൂപയുടെ പോലും വർധനവ് 1600 എന്നുള്ളത് വർദ്ധിച്ചില്ല എന്നുള്ളത് അദ്ദേഹം അവിടെ പറഞ്ഞല്ലോ. ഈ ബജറ്റിലൂടെ സംസ്ഥാനത്തിന്റെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയുടെ കൃത്യമായ ചിത്രം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങളുടെ മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് നൽകുക എന്നുള്ളതാണ്. അത് തന്നെ ചില മാസങ്ങളിൽ ഇടക്ക് മുടങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് അത് കൃത്യമായിട്ട് കൊടുക്കുന്നതിനുള്ള സംവിധാനം ആദ്യം ഉണ്ടാക്കുക. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോ കോമാളി വേഷോട്ടോണ്ട് ഇറങ്ങിയിരിക്കുക. വെറുതെ വീൺവാക്കുകൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ, കൊടുക്കാൻ വേണ്ടി തന്നെ കഴിയണം. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതിയിൽ നേരത്തെ 2021 പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ എല്ലാ നിരക്കുകളും വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നിന്റെ മാഷാണോ അതോ നീ എന്റെ കാലനാണോ? എന്തായാലും ബലം തന്നെയല്ലേ. എന്നാൽ അതിനുശേഷം നിലവിൽ കൊടുക്കുന്നത് തന്നെ ചില മാസങ്ങളിൽ മുടങ്ങുന്ന സ്ഥിതി ഉണ്ടായി. അതുകൊണ്ട് അത് പരിഹരിക്കുക, അതിലിപ്പോ ഞങ്ങൾ ലക്ഷ്യം കൈവരിച്ചിരിക്കുന്നു. ഓരോ ജനവിഭാഗത്തിനും കുടിശ്ശികയായി ഇപ്പൊ കിട്ടുന്നതെങ്കിലും കിട്ടണമെങ്കിൽ സമരം ചെയ്യണം. 1 രൂപ കൂടുതൽ കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ പൈസയും ഇല്ല എന്നുള്ളതാണെങ്കിൽ ജനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഇതിനെയൊക്കെ സർക്കാരിന് മറ്റു കാരണങ്ങളൊക്കെ ഉണ്ടാവും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. സർക്കാരിന്റെ കാര്യം ഇവിടെ മുന്നിൽ പോകരുത്, അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ ഗതികേട്ടിലെത്തിച്ചത്. 2011-16 കാലത്ത് ഇതൊന്നും തീരെ കിട്ടിയിരുന്നില്ല. കുടിശ്ശികയാക്കി വെച്ചാൽ പോലും കൊടുക്കുമായിരുന്നില്ല, സമരം ചെയ്താലും കിട്ടുമായിരുന്നില്ല. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് എന്നാൽ ഇന്നിപ്പോ കുടിശ്ശികയാകുന്നു 1-2 മാസം, ഏറ്റവും കൂടിയാൽ പഴയതുപോലെ 18 മാസമോ 12 മാസമോ കുടിശ്ശികയാകുന്നില്ല. അതിപ്പോ ചെറിയ മാസങ്ങൾ കുടിശ്ശികയാകുന്നു, ഉടനെ കൊടുക്കാൻ കഴിയുന്നു. പ്രശ്നം എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിന്റെ ഒരു ജീവിത നിലവാര സൂചിക വെച്ച് 232 രൂപയ്ക്ക് ഒരു കുടുംബം ജീവിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ? നിങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ മാതിരി 700 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചു. കോവിഡ് കാലത്ത് ആശാ വർക്കർമാർ നടത്തിയ അനിതര സാധാരണമായ ഒരു പ്രവർത്തനത്തെ മുൻനിർത്തിക്കൊണ്ട് കോവിഡ് വാരിയേഴ്സ് എന്ന് പറഞ്ഞൊരു ബഹുമതി കൊടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവരെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. അത് തന്നെയാണ് തീർച്ചയായിട്ടും രണ്ടാം ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കാനുള്ള ഒരടിത്തറയായി പ്രവർത്തിച്ചത്. 232 രൂപയ്ക്ക് ജീവിക്കണോ വേണ്ടോ കേരള സംസ്ഥാന സർക്കാർ പറയാം. നിങ്ങൾ പണമില്ലാത്തതിന്റെ പരാധീനതകൾ പറയുന്നുണ്ട്. ഞങ്ങൾ ഈ സമരം എഴുന്നതിന് ശേഷമാണല്ലോ എല്ലാവർക്കും നിങ്ങൾ പണം കൊടുത്തത്. PSC അംഗങ്ങൾക്ക് തുക ആവശ്യപ്പെട്ടത്, വർധനവ് ആവശ്യപ്പെട്ടത് എവിടെയാണ്? കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കൊണ്ട് തരാൻ വേണ്ടിയിട്ടാണല്ലോ ഒരു മാന്യ അദ്ദേഹത്തെ അവിടെ വെച്ചിരിക്കുന്നത്.
അദ്ദേഹത്തിന് നിങ്ങൾ 11 ലക്ഷം രൂപ യാത്രാബത്ത അനുവദിച്ചു കൊടുത്തല്ലോ. നാട്ടുകാരുടെ ഭാഗ്യദോഷം അല്ലാതെ എന്ത് പറയാനാ, അല്ലേ സാറേ? പിന്നെ നിയമസഭയിൽ കള്ളങ്ങൾ പറയുന്നു. എത്രയോ ദിവസമായി, 22 ദിവസമായി കേരളത്തിന്റെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്ന നേതാക്കളും തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളും എന്തിന് നിയമസഭയിൽ അടക്കം കള്ളം പറയുന്നു. ആ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കുള്ള അമ്മച്ചി. സിക്കിം സംസ്ഥാനത്ത് 7,000 രൂപ 10,000 രൂപ ഓണറേറിയം കൊടുക്കുന്നു, 6,000 എന്നുള്ളത് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. അവിടെ എത്ര ആശാവർക്കർമാർ ഉണ്ടെന്നുള്ളതല്ല പ്രശ്നം, അവിടെ ഒരു ആശാവർക്കർക്ക് എത്ര രൂപ കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ കേരളമാണ് നമ്പർ 1 എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കേരളത്തിലുള്ള ആളുകളെയൊക്കെ നിങ്ങൾ മണ്ടന്മാരാക്കണം. ദേവി ചെയ്ത് നിങ്ങൾ നിയമസഭയിൽ ചെന്ന് കള്ളം പറയും. ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. 7,000 രൂപ ഇൻസെന്റീവ്, 6,000 അല്ല. 2023 ഡിസംബർ തൊട്ട് 7,000 രൂപയാണ് കേരളം നൽകുന്ന ഇൻസെന്റീവ്, സോറി ഓണറേറിയം. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നത്? ആ 7,000 രൂപ പൂർണ്ണമായും സ്റ്റേറ്റ് എക്സ്ചക്കറിനാണ് നൽകുന്നത്. 1 രൂപ പോലും അതിൽ മറ്റൊരാളുടെ സഹായമില്ല. കൃഷ്ണവിലാസം വലിയ വെടി ചെറിയ വെടി വെടി വഴിപാടാണല്ലേ. 3,000 രൂപ കേന്ദ്ര ഇൻസെന്റീവ്, ഫിക്സഡ് ഇൻസെന്റീവ്. അതിൽ 60% കേന്ദ്രം തരുന്നത്, അതിന്റെ 40% സംസ്ഥാനം നൽകുന്നു. തള്ളി തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ, ഇനി തള്ളല്ലേ താങ്ങൂ. അതിന് പുറമെയാണ് 3,000-ഓളം രൂപ പെർഫോമൻസ് ഇൻസെന്റീവ്. അത് ഓരോ ആശാവർക്കറുടെയും പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയാണ് അതത് മാസം ലഭിക്കുന്നത്. അത് പൂർണ്ണമായും സംസ്ഥാന ഖജനാവിൽ നിന്നാണ്. ചുമ്മാ ഇരിയടേ. ഇതിന് പുറമെയാണ് 200 രൂപ അവർക്ക് ടെലിഫോൺ അലവൻസ്. ഇങ്ങനെ വെച്ച് അഭിലാഷ് ഇപ്പൊ തന്നെ ആവറേജ് 13,200 രൂപ ലഭിക്കുന്നുണ്ട്. 13,200 രൂപ ആവറേജ്. മനുഷ്യനെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം, സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. VPP പുസ്തകം ഉൾപ്പെടെ പറഞ്ഞ കുറച്ചായിട്ട് കുന്തമന കൊണ്ടിറങ്ങാണ്. ആരാണ് ഇവിടെ കുന്തമന കൊണ്ടിറങ്ങുന്നത്? 7,000 രൂപ കിട്ടുന്നവർക്ക് ആ പൈസയെങ്കിലും സമയത്ത് തരണം എന്ന് പറഞ്ഞ് സമരം തുടങ്ങിയവർ ഏത് കുന്തമനായിട്ട് ഇറങ്ങിയേക്കുന്നത്? പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ അന്തസ്. ഇവരുടെയൊക്കെ പ്രശ്നം ഹിറ്റ്ലറുടെ പ്രേതം വന്ന് പിടികൂടിയിരിക്കുന്ന ആരെങ്കിലും ഈ സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു വിമർശനം ഉന്നയിച്ചാൽ അപ്പൊ തന്നെ തങ്ങളെ അട്ടിമറിക്കാൻ പോകുന്നേ എന്ന് നിലവിളിക്കുന്ന ഒരു സർക്കാരായിട്ട് മാറി. ഇടതുപക്ഷം എന്നാണ് വിളിക്കുന്നത്. 99 സീറ്റുള്ള പിണറായി വിജയൻ പറയുന്നതിനപ്പുറം ഒരക്ഷരം മിണ്ടാൻ കഴിയാത്ത ഒരു പാർട്ടിയുമായിട്ടുള്ള നേതാവ്. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. ഇനി ആരെ പേടിച്ചിട്ടാണ് ഇത്രമാത്രം സർക്കാരിനെ അട്ടിമറിക്കാൻ പോകുന്നു പേടിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞത് നിലവിലൊടുക്കുന്ന പൈസ, ആ പൈസ കൊടുക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തേ KV തോമസിന് നിലവിൽ കൊടുക്കുന്ന പൈസ മാത്രം കൊടുത്താൽ മതി എന്ന് തീരുമാനിക്കാഞ്ഞത്? എന്റെ PSCക്ക് നിലവിൽ കൊടുക്കുന്ന പൈസ മാത്രം കൊടുത്താൽ മതി എന്ന് തീരുമാനിക്കാഞ്ഞത്? അവൻ പറയുന്ന കാര്യങ്ങൾ കുറെയൊക്കെ ശരിയല്ലേ? എന്റെ ഗവൺമെന്റ് ലീഡർമാർക്ക് നിലവിൽ കൊടുക്കുന്ന പൈസ മാത്രം കൊടുത്താൽ മതി എന്ന് തീരുമാനിക്കാഞ്ഞത്? അപ്പൊ നിങ്ങൾക്ക് അത് മാറ്റണം അല്ലേ? അത് മാറ്റണം. നിലവിൽ കൊടുക്കുന്ന പൈസ ഒന്ന് മാറ്റി കൂട്ടി കൊടുക്കണം അല്ലെ? ആശാവർക്കർമാർക്ക് കൂട്ടിക്കൊടുക്കാൻ കഴിയില്ല. എന്നാലും തന്റെ ഒരു തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു. ഈ ഗവൺമെന്റ് ലീഡർമാർക്കും KV തോമസിനും അതുപോലെ തന്നെ PSC ഇവർക്കെല്ലാം കൊടുക്കുന്ന കൂടുതലുള്ള പൈസ ഉണ്ടല്ലോ, ആ പൈസ എല്ലാം പെട്ടിക്കകത്ത് വെച്ച് പൂട്ടാനുള്ള പൈസയാണ്. അതല്ലെങ്കിൽ ബാങ്കിനകത്ത് വെക്കാനുള്ള അവരുടെ FD ആക്കാനുള്ള പൈസയാണ്. ഈ പാവപ്പെട്ട മനുഷ്യർക്ക് 7,000 രൂപ ദിവസം മാസം ഓണറേറിയം കിട്ടുന്നവരുണ്ടല്ലോ, ആ പൈസ കിട്ടിയാൽ അവർക്ക് വിപണിയിൽ ചെലവാക്കാനുള്ള പൈസയാണ്. തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. വിപണിയിൽ ആ പൈസ ചെലവാക്കി കഴിഞ്ഞാൽ അതിൽ ടാക്സിനകത്തൊരു ആവറേജ് 15% ഈ സർക്കാരിലേക്ക് തിരിച്ചു വരും. അതിനൊരു സാമ്പത്തിക ശാസ്ത്രം കൂടിയുണ്ട്. ആ സാമ്പത്തിക ശാസ്ത്രം അടിസ്ഥാനപരമായിട്ട് എക്കണോമിയെ ശക്തിപ്പെടുത്തുന്നതാണ്. പ്ലീസ്, ഒരു പൊതുപ്രവർത്തന പരസ്യമായി അധിക്ഷേപിക്കരുത്. കഴിഞ്ഞ ഒരു ദിവസം വിവാദമായ ലേഖനത്തിൽ ശ്രീ ശശി തരൂർ പറഞ്ഞ പോലെ ഇവര് സമ്പദ് വ്യവസ്ഥയുടെ സോഷ്യലിസം ഒക്കെ വിട്ട് കുത്തകവൽക്കരണത്തിന്റെ ഇതിനകത്തേക്ക് പോയി. ഇവര് ക്യാപിറ്റലിസത്തിന്റെ വക്താക്കളായി. എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാണ്. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന ലക്ഷണമാണ്. അതുകൊണ്ടാണ് KV തോമസിന് ക്ഷാമബത്ത അല്ല ഈ യാത്രാബത്ത കുറയുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇത് വർദ്ധിപ്പിക്കേണ്ടതും ആശാവർക്കർമാർക്ക് കൊടുക്കേണ്ടതിനേക്കാൾ കൂടുതൽ ആവശ്യമുള്ളതാണ് എന്നിവർ ചിന്തിച്ചു പോകുന്നത്. ഇപ്പോൾ എന്തായി? സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിൽ നിന്നും ഇടത് രാഷ്ട്രീയത്തിൽ നിന്ന് ഇവർ മാറിയ ഇത് കേവലം ഒരു സർക്കാരിന്റെ പ്രശ്നം മാത്രമല്ല, അടിസ്ഥാനപരമായിട്ട് ഇവരുടെ രാഷ്ട്രീയം ഇല്ലാതാവുന്നതിന്റെ പ്രശ്നവും കൂടിയാണ്. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാകും. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്.
ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.